ഈ ഹീറോയിൻ ആരാണെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയാമല്ലോ. ഇതാണ് ശ്രീദേവി. ശ്രീദേവി നമ്മളെല്ലാം വിട്ടുപോയി. എങ്കിലും ഇത് ശ്രീദേവിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയായ ഇംഗ്ലീഷ് വിംഗ്ലീഷിലെ ഒരു പോസ്റ്ററാണ്. നമുക്ക് ആദ്യം തന്നെ ശ്രീദേവിയുടെ അതിലത്തെ ഒരു മാസ് സ്പീച്ചുണ്ട്, അതൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ദിസ് മാരേജ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ഈ വിവാഹം ഒരു മനോഹരമായ കാര്യമാണ്. ഇറ്റ്സ് എ മോസ്റ്റ് സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ്. ഇത് ഏറ്റവും പ്രത്യേകമായ ഒരു സൗഹൃദമാണ്. ഫ്രണ്ട്ഷിപ്പ് ഓഫ് ടു പീപ്പിൾ ഹു ആർ ഈക്വൽ. തുല്യരായ രണ്ട് ആളുകളുടെ സൗഹൃദമാണ് വിവാഹം. ഇൻ എ മാരേജ് there will be times when one of you will feel inferior, secure or less important. വിവാഹ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരാൾക്ക് താൻ താഴ്ന്നവനാണെന്നും ആത്മവിശ്വാസം കുറഞ്ഞവനാണെന്നും പ്രാധാന്യം കുറവാണെന്നും തോന്നാം. അറ്റ് ദാറ്റ് ടൈം യുവർ പാർട്ട്ണർ ഷുഡ് മേക്ക് യു ഫീൽ ഈക്വൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അത്തരം സമയങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ തുല്യനും പ്രാധാന്യമുള്ളവനുമായി അനുഭവിപ്പിക്കണം. ഫാമിലി ഷുഡ് നെവർ മേക്ക് യു ഫീൽ സ്മോൾ ഓർ ലാഫ് അറ്റ് യുവർ വീക്ക്നെസ്സസ്. കുടുംബം ഒരിക്കലും നിങ്ങളെ ചെറുതായി തോന്നിക്കുകയോ നിങ്ങളുടെ കുറവുകളെ പരിഹസിക്കുകയോ ചെയ്യരുത്. ഫാമിലി ഈസ് ദ ഓൺലി പ്ലേസ് വെയർ യു വിൽ ഓൾവേസ് ഗെറ്റ് ലവ് ആൻഡ് റെസ്പെക്റ്റ്. എപ്പോഴും സ്നേഹവും ബഹുമാനവും ലഭിക്കുന്ന ഏക സ്ഥലം കുടുംബമാണ്. നിങ്ങളിൽ എത്ര പേര് ഈ പടം ഇംഗ്ലീഷ് വിംഗ്ലീഷ് കണ്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല. എങ്കിലും അതിൻ്റെ ഷോർട്ടായിട്ടുള്ള സാരാംശം എന്താണ്? ശശിയാണ് അതിലത്തെ ഹീറോയിൻ. ശശിയുടെ ഭാഗം അഭിനയിക്കുന്ന ആളാണ് ശ്രീദേവി. ഈ ശശി ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. അവൾ വെറും വീട്ടമ്മയല്ല, അവൾ നല്ലൊരു ഭാര്യയും അമ്മയും സ്വന്തം കൈകൊണ്ട് ലഡു ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ചെറിയ സംരംഭകയായിരുന്നു. എന്നിരുന്നാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിനാൽ ഭർത്താവ് മകൾ ഉൾപ്പെടെ പലരും അവളെ വേണ്ടത്ര വിലമതിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് പലപ്പോഴും ആത്മവിശ്വാസക്കുറവും അപമാനവും അനുഭവിക്കേണ്ടി വന്നു. ന്യൂയോർക്കിലുള്ള ഒരു യാത്രയ്ക്കിടെ ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട ശശി രഹസ്യമായി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേരുന്നു. കഠിനാധ്വാനം ആത്മവിശ്വാസം കൊണ്ട് അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. എന്നാൽ അതിലും വലിയൊരു നേട്ടം അവൾ കൈവരിക്കുന്നു. സ്വന്തം മൂല്യവും സ്വാഭിമാനവും തിരിച്ചറിയുന്നു. സിനിമയുടെ അവസാനം ശശി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠാണ്: ഒരു മനുഷ്യൻ്റെ വില അവൻ സംസാരിക്കുന്ന ഭാഷ കൊണ്ടല്ല, അവൻ്റെ സ്വഭാവം കൊണ്ടും സ്നേഹം കൊണ്ടും മറ്റുള്ളവരോട് കാണിക്കുന്ന ബഹുമാനം കൊണ്ടുമാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചതിനേക്കാൾ വലിയ വിജയം സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞതാണ് ശശിയുടെ യഥാർത്ഥ നേട്ടം. ഇങ്ങനെ നമുക്കും നമ്മളുടെ ഈ ഇംഗ്ലീഷ് പഠനം വഴി നമ്മുടെ മൂല്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ മൂവി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നമുക്കെല്ലാം ഈ കഥയിലെ നായികയായ ശശിയെ നമുക്ക് അനുകരിക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു പടമാണ് ഇംഗ്ലീഷ് വിംഗ്ലീഷ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പ്രോംപ്റ്റുകളെല്ലാം തന്നിരുന്നു. എല്ലാവരും ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനവും ഞാൻ കുറച്ച് പ്രോംപ്റ്റ്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് തരുന്നതാണ്. നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് സെൻറ്റൻസുകൾ, ഡെയിലി ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഷാഡോയിങ് പ്രാക്ടീസ് നടത്താം. അതിനുശേഷം നിങ്ങളെ ഞാൻ ഗ്രാമറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. എല്ലാവരും റിപ്പീറ്റ് ചെയ്യുമല്ലോ. ഫസ്റ്റ് സെൻറ്റൻസ്: ഓക്കെ, ഐ ആം അപ്പ്. ശരി, ഞാൻ എഴുന്നേറ്റു. ഓക്കെ, ഐ ആം അപ്പ്. കം ഓൺ, ലെറ്റ്സ് ഡു ദിസ്. കം ഓൺ, ലെറ്റ്സ് ഡു ദിസ്. വരൂ, നമുക്കിത് ചെയ്യാം. ഐ ചെക്ക് മൈ ഫോൺ. ഐ ചെക്ക് മൈ ഫോൺ. ഞാൻ എൻ്റെ ഫോൺ പരിശോധിക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത് ഫോർ 2 minutes. ഐ ബ്രഷ് മൈ ടീത്ത് ഫോർ 2 minutes. ഞാൻ 2 മിനിറ്റ് പല്ല് തേക്കുന്നു. ഐ വാഷ് മൈ ഫേസ് ആൻഡ് ഡ്രൈ ഓഫ്. ഐ വാഷ് മൈ ഫേസ് ആൻഡ് ഡ്രൈ ഓഫ്. ഞാൻ മുഖം കഴുകി തുടയ്ക്കുന്നു. വാട്ട് ഷുഡ് ഐ വെയർ ടുഡേ? വാട്ട് ഷുഡ് ഐ വെയർ ടുഡേ? ഇന്ന് ഞാൻ എന്ത് ധരിക്കണം? ഐ ചെക്ക് ദ വെദർ ഓൺ മൈ ഫോൺ. ഐ ചെക്ക് ദ വെദർ ഓൺ മൈ ഫോൺ. ഞാൻ ഫോണിൽ കാലാവസ്ഥ നോക്കുന്നു. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ക്വിക്ക്ലി. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ക്വിക്ക്ലി. ഞാൻ പ്രഭാത ഭക്ഷണം വേഗത്തിൽ കഴിക്കുന്നു. ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ? ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം കഴിക്കാറുണ്ടോ?
ഐ വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ്. ഐ വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു. ദ ബസ് ഈസ് ഓൾറെഡി ദേർ. ദ ബസ് ഈസ് ഓൾറെഡി ദേർ. ബസ് ഇതിനകം അവിടെയുണ്ട്. ഈ സെൻറ്റൻസുകൾ ചുരുങ്ങിയത് ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമല്ലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വോണ്ട്, വോൺസ്, വോണ്ടഡ്. ഇതിൻ്റെ ഉപയോഗം എങ്ങനെ എന്നുള്ളതാണ്. വോണ്ട് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വേണം എന്ന് കിട്ടാനാണ് വോണ്ട് ഉപയോഗിക്കുന്നത്. വോൺസ് എന്ന് വെച്ചാലും സെയിം മീനിങ് തന്നെയാണ്, ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വേണം. വോണ്ടഡ് എന്ന് വെച്ചാൽ ആഗ്രഹിച്ചു അല്ലെങ്കിൽ വേണമായിരുന്നു. ഇത് കൂടുതൽ ഉദാഹരണങ്ങൾ വഴിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരു വാക്യത്തിൽ വേണം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്ന് കിട്ടുവാനാണ് നമ്മൾ വാണ്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, എനിക്കൊരു കപ്പ് ചായ വേണം. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പറയുക? എനിക്ക്, ഐ. ചായ, ടീ, ഒരു കപ്പ്, എ കപ്പ്. അപ്പോൾ ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഈ വാണ്ട് നമ്മൾ ഐ, യു, വി, ദേ പിന്നെ പ്ലൂരൽ നൗൺസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. നിനക്കൊരു പുതിയ ഫോൺ വേണം. എങ്ങനെയാണ് നമ്മൾ പറയുക? നിനക്ക്, യു വാണ്ട് എ ന്യൂ ഫോൺ. ഞങ്ങൾക്ക് മത്സരം ജയിക്കണം. വി വാണ്ട് ടു വിൻ ദ മാച്ച്. അവർക്ക് കുറച്ച് വെള്ളം വേണം. അവർക്ക്, ദേ വാണ്ട് കുറച്ച് ദേ വാണ്ട് സം വാട്ടർ. വോൺസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്, വേണം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത് ഉപയോഗിക്കേണ്ടത് ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സിംഗുലർ നൗൺസിൻ്റെ കൂടെയാണ് വോൺസ് ഉപയോഗിക്കുക. അതായത് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എവിടെയൊക്കെയാണ് എസ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഒരു സൈക്കിൾ വേണം. അവനെ, ഹീ വോൺസ് എ ബൈസിക്കിൾ. അവൾക്ക് ഒരു പുതിയ വസ്ത്രം വേണം. ഷീ വോൺസ് എ ന്യൂ ഡ്രസ്. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് കാപ്പി വേണം. മൈ മദർ വോൺസ് സം കോഫി. കുഞ്ഞിന് പാൽ വേണം. ദ ബേബി വോൺസ് മിൽക്ക്. ജോണിന് ഇംഗ്ലീഷ് സംസാരിക്കണം. ജോൺ വാണ്ട്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ വേണമായിരുന്നു. ഇങ്ങനെയുള്ള മീനിങ് കിട്ടാനാണ് നമ്മൾ വാണ്ടഡ് ഉപയോഗിക്കുന്നത്. അതായത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ വാണ്ടഡ് ഉപയോഗിക്കുന്നത്. എനിക്കൊരു കപ്പ് ചായ വേണമായിരുന്നു. ഐ വാണ്ടഡ് എ കപ്പ് ഓഫ് ടീ. എനിക്ക് നിന്നെ കാണണമായിരുന്നു. ഐ വാണ്ടഡ് ടു മീറ്റ് യു. അവൾക്ക് ഒരു പുതിയ വസ്ത്രം വേണമായിരുന്നു. ഷീ വാണ്ടഡ് എ ന്യൂ ഡ്രസ്. അവർക്ക് ഫുട്ബോൾ കളിക്കണമായിരുന്നു. ദേ വാണ്ടഡ് ടു പ്ലേ ഫുട്ബോൾ. ഞങ്ങൾക്ക് കേരളം സന്ദർശിക്കണമായിരുന്നു. വി വാണ്ടഡ് ടു വിസിറ്റ് കേരള. ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഐ, യു, വി, ദേ പ്ലൂരൽ നൗൺസിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ വാണ്ട് ഉപയോഗിക്കും. ഹീ, ഷീ, ഇറ്റ് സിംഗുലർ നൗൺസിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ വാണ്ട്സ് ഉപയോഗിക്കും. പിന്നെ എല്ലാവർക്കും പാസ്റ്റ് ടെൻസിൽ നമ്മൾ വാണ്ടഡാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മീനിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹോംവർക്കിനായിട്ട് ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് എന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക എന്നുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റിൽ എഴുതുമല്ലോ. ഇംഗ്ലീഷ് എന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനോടൊപ്പം കമൻറ്റിൽ പ്രോംപ്റ്റ് 5ഉം 6ഉം നിങ്ങൾക്ക് ChatGPT പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. അതും പ്രാക്ടീസ് ചെയ്യുമല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. See you in the next video. Till then, bye.